ഹലോ. അപ്പം ഇവിടെ നമ്മൾ ചെയ്ത ടെസ്റ്റ് ഹാൻഡി പി എന്ന് പറയാം. ശരിക്കും അതിന്റെ PEA ആണ് അതിന്റെ പേര്. നോക്കണേ, ഹാൻഡി പി ഉണ്ട്, പോക്കറ്റ് പി ഉണ്ട്. പി എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി അനലൈസർ എന്നാണ്. അത് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അതിനെ ഹാൻഡി പി എന്ന് വിളിച്ചത്. ഇതിന് ചെറുതും ഉണ്ട്, പോക്കറ്റ് പി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് ഹാൻഡി പി ആണ്. ഇവിടെ ഇത് എന്തിനാ വെച്ചാൽ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി, ഒരു പ്ലാന്റിന്റെ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി, പ്ലാന്റിന്റെ ലീഫിന്റെ ചെറിയൊരു ഭാഗം എടുത്ത് ആ ഭാഗത്ത് തന്നെയുള്ള ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഹാൻഡി പി, ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി അനലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെക്കാനിസം എന്താ വെച്ചാല്, ഈ പിക്ചർ ഒന്ന് തിരിഞ്ഞു വേണം എന്നാലും പറയാം. ഇതിന്റെ മെക്കാനിസം എന്ന് വെച്ചാൽ ഇപ്പൊ സൂര്യപ്രകാശം, സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് അത് ലീഫിൽ എത്തിക്കഴിഞ്ഞാല് ആ ലൈറ്റില് പ്ലാന്റിന്റെ അകത്തുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആയ ക്ലോറോഫിൽ എയും ബിയും കരോട്ടിനും സാന്തോഫിലൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അബ്സോർബ് ചെയ്ത കുറച്ച് ലൈറ്റ് അവരെന്ത് ചെയ്യും, ഫോട്ടോസിന്തസിന് വേണ്ടി അഥവാ ലൈറ്റ് റിയാക്ഷനിൽ ആ വലിച്ചെടുത്ത ലൈറ്റിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റും. അതാണ് സൈക്ലിക് നോൺ സൈക്ലിക് എന്നൊക്കെ വിളിക്കുന്നത്. എന്നാൽ കുറച്ച് എനർജി അവരെന്ത് ചെയ്ത് വെച്ചാൽ മനസ്സിലാക്കുക, അവര് കുറച്ച് ലൈറ്റിന് അവര് എനർജി ആക്കി ഫോട്ടോസിന്തസിന് വേണ്ടി യൂസ് ചെയ്യില്ല. ബാക്കി അവർ എന്തിനു യൂസ് ചെയ്യും, അവരത് റെഡ് ലൈറ്റും ഫാർ റെഡ് ലൈറ്റ് ഒക്കെ ആയിട്ട് തിരിച്ച് ആ ലീഫിന്റെ പുറത്തേക്ക് അതിനെ റീഎമിറ്റ് ചെയ്യും. അത് റീഎമിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഫ്ലൂറസെന്റ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഫ്ലൂറസെന്റ് ലൈറ്റിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യണം. ആ ഫ്ലൂറസെന്റ് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യും ഈ ഹാൻഡി പി എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട്. ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഹാൻഡി പി എന്ന ഇൻസ്ട്രുമെന്റ് ഓരോരോ ലൈറ്റ് കൊടുക്കും. നമ്മൾ ലൈറ്റ് അപ്പൊ നമ്മൾ ആ ഡിറ്റക്ട് ചെയ്യുന്ന മെക്കാനിസം ആണ് ഹാൻഡി പി. അപ്പൊ നമ്മൾ സാധാരണ ഈ ഇൻസ്ട്രുമെന്റ് വെച്ച് എങ്ങനെ ചെയ്യാച്ചാൽ, ആദ്യം തന്നെ സൂര്യപ്രകാശത്തിന് പകരം ഹാൻഡി പി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമ്മൾ പ്ലാന്റിലേക്ക് ലൈറ്റ് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ലൈറ്റ് കൊടുക്കും പ്ലാന്റ് കുറച്ച് ലൈറ്റ് ഫോട്ടോസിന്തസിന് വേണ്ടി ഉപയോഗിക്കുമല്ലോ. ബാക്കി അവരെന്ത് ചെയ്യും, കുറച്ച് ലൈറ്റ് അവരെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തിട്ട് ഫാർ റെഡും ഫാർ റെഡ് ഒക്കെ ആയിട്ട് തിരിച്ച് റീഎമിറ്റ് ചെയ്യും. അതിനാണ് ഫ്ലൂറസെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ റീഎമിറ്റ് ചെയ്യുന്ന ആ ലൈറ്റ് എന്ത് ചെയ്യും, ഈ ഇൻസ്ട്രുമെന്റ് അബ്സോർബ് ചെയ്തിട്ട് അതിനെ നമുക്ക് ധാരാളം ഡാറ്റകളുടെ ഫോമിൽ തിരിച്ചു തരും. ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്. ആ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആ ഡാറ്റ വെച്ച് വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ്. ഓക്കെ അല്ലെ? അത് ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഇതിനെ ഒജീപ്പ് എന്നാ വിളിക്കുക, OJIP എന്ന ഗ്രാഫിന്റെ പേര്. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ട എക്സ് ആക്സിസ് കണ്ട, എക്സ് ആക്സിൽ ടൈമാ കൊടുത്ത്, Y ആക്സിസിൽ കൊടുത്ത ഫ്ലൂറസെന്റാ, എത്രത്തോളം ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 0 എന്ന് പറഞ്ഞ സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂറസെന്റിനാണ് F0 എന്ന് വിളിക്കുന്നത്. F0 എന്നൊക്കെ പറഞ്ഞു കണ്ടോ. പിന്നെ ഓരോരോ സമയത്തുള്ള ഫ്ലൂറസെന്റ് ആണ് ഇത് അങ്ങനെ അവിടെ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്ത്. അങ്ങനെ മാക്സിമം ഫ്ലൂറസെന്റ് കാണിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് FM, മാക്സിമം ഫ്ലൂറസെന്റ്. ഓക്കെ, അതൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതൊക്കെ ഇവിടെ നോക്കാം. അപ്പം സാധാരണയായിട്ട് ഈ ഹാൻഡി പി എടുത്താൽ ആദ്യം നമ്മൾ റീഡിങ് എടുക്കുക എപ്പോഴാണ്, 50 മൈക്രോ സെക്കൻഡ്. അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാല്, ആദ്യം തന്നെ ഡാർക്ക് അഡാപ്റ്റേഷൻ കൊടുക്കും. അതെന്താ വെച്ചാല്, ഒരു പ്ലാന്റിന്റെ നമ്മളിപ്പോ ചെക്ക് ചെയ്യണ പ്ലാന്റിന്റെ ലീഫ് ആണെങ്കിൽ ആ ലീഫിന് ആദ്യം മൊത്തം ബ്ലാക്ക് കവർ വെച്ച് പൊതിയും. അതെന്തിനാ വെച്ചാൽ നമ്മൾ ലീഫ് എടുക്കുമ്പോൾ ആ ലീഫ് ഫോട്ടോസിന്തസിസ് ഓൾറെഡി പെർഫോം ചെയ്തിട്ടുള്ള ലീഫ് ആയിരിക്കും. അപ്പൊ അതിൽ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടാവും. അതിൽ ലൈറ്റ് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. ലൈറ്റ് ഫോട്ടോ സിസ്റ്റം 1 ഉം 2 ഒക്കെ മേലെ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ സിസ്റ്റം 1 നും 2 ന്റെ റിയാക്ഷൻ സെന്റർ ആയ ക്ലോറോഫിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യും. അങ്ങനെ ഹൈ എനർജി സ്റ്റേറ്റ് പോയി ഇലക്ട്രോൺ ആക്സെപ്റ്റർ QA QB സൈറ്റോക്രോം B6 സൈറ്റോക്രോം F എന്ന പ്രോസസ് ഇങ്ങനെ നടക്കണ്ടോ. അപ്പൊ കംപ്ലീറ്റ് ലൈറ്റ് റിയാക്ഷൻ നിർത്തി വെക്കാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ലീഫിനെ ബ്ലാക്ക് പേപ്പർ വെച്ച് കവർ ചെയ്യും. അതിന് നമ്മൾ ഡാർക്ക് അഡാപ്റ്റേഷൻ എന്നാ പറയാം. അത് 10 മുതൽ 15 മിനിറ്റ് വരെ ആദ്യം കവർ ചെയ്ത് വെക്കുക ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡി പി എന്ന ഇൻസ്ട്രുമെന്റ് വെച്ച് ലൈറ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തീരെ ഡാർക്ക് ലൈറ്റ് റിയാക്ഷൻ നടത്താത്ത ആൾക്ക് ലൈറ്റ് കൊടുത്തിട്ട് ലൈറ്റ് റിയാക്ഷൻ നടത്തുമ്പോഴാണ് നമുക്ക് നല്ലപോലെ അതിന്റെ ഫ്ലൂറസെൻസ് പ്രോപ്പർട്ടി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ആദ്യം ഡാർക്ക് അഡാപ്റ്റേഷൻ കൊടുത്തതിന് ശേഷം ആദ്യം എന്ത് ചെയ്യും, 50 മൈക്രോ സെക്കൻഡ് കഴിഞ്ഞിട്ട്
ലൈറ്റ് കണ്ടിന്യൂസ് ആയി കൊടുക്കും, ഒരു 50 മൈക്രോ സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള റീഡിംഗ് കൊടുക്കും, 100 മൈക്രോ സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള റീഡിംഗ് കൊടുക്കും, 300 മൈക്രോ സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള റീഡിംഗ് കൊടുക്കും, 2 മില്ലി സെക്കൻഡ് വെച്ച് കഴിഞ്ഞിട്ടുള്ള റീഡിംഗ് കൊടുക്കും, അതുപോലെ 30 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള റീഡിംഗ് ഒക്കെ കൊടുക്കും. അതാണ് JOGP എന്നൊക്കെ വിളിക്കുന്നത്. OJIP എന്നൊക്കെ. ജെ എന്ന് പറഞ്ഞാൽ 2 മില്ലി സെക്കൻഡ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫ്ലൂറസെന്റ് ആണ്. അതുപോലെ I എന്ന് പറഞ്ഞാൽ 30 മില്ലി സെക്കൻഡ് ആയിട്ടുള്ള ഫ്ലൂറസെന്റ്. P എന്ന് പറഞ്ഞാൽ FM മാക്സിമം ഫ്ലൂറസെൻസ് എത്തുമ്പോഴുള്ള ടൈം ആണത് P. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കുക ചെയ്യും. അങ്ങനെ നമ്മൾ റീഡിംഗ് ഒക്കെ ആ സമയത്ത് അറിയുന്നത്, ആ സമയത്തൊക്കെ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ പല പാരാമീറ്റേഴ്സും കിട്ടും. അതിൽ ധാരാളം പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് FO കണ്ടോ, F0 എന്ന് പറയും. അതെന്താ വെച്ചാൽ മനസ്സിലാക്ക, ക്ലോറോഫിൽ എ മോളിക്യൂള്, ഫോട്ടോ സിസ്റ്റത്തിൽ ക്ലോറോഫിൽ എ മോളിക്യൂൾ ഉണ്ട് അല്ലെ? ആ എ മോളിക്യൂള്, ആ ക്ലോറോഫിൽ എ മോളിക്യൂൾ നമ്മൾ ഡാർക്ക് അഡാപ്റ്റേഷൻ അല്ലെ, നമ്മൾ ഫോട്ടോസിന്തസിസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാന്റിന്റെ ലീഫ് ആദ്യം നമ്മൾ ഡാർക്ക് അഡാപ്റ്റേഷൻ ബ്ലാക്ക് കവർ വെച്ച് കവർ ചെയ്തിട്ട് അതിന്റെ ഫോട്ടോസിന്തസിസ് 0 ആക്കിയതിന് ശേഷം ആദ്യം നമ്മൾ ഹാൻഡി വെച്ച് ഫ്ലൂറസെന്റ് ലൈറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ ടൈം 0 എന്ന സമയത്ത് എടുക്കുന്ന ലൈറ്റ് കൊടുത്ത ഉടനെ നമ്മൾ എടുക്കുന്ന ഫ്ലൂറസെന്റ് റീഡിംഗ് ആണ് എന്ത് വിളിക്കുന്നത്? F0 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ്. ഇനി FM എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണോ ലൈറ്റ് കൊടുക്കുമ്പോൾ മാക്സിമം ഫ്ലൂറസെന്റ് ക്ലോറോഫിൽ എ കാണിക്കുന്നത് ആ സമയത്തുള്ള ഫ്ലൂറസെന്റിനാണെന്ന് വിളിക്കുക, FM എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇനി FV എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക, ഈ FO മൈനസ് FM മൈനസ് FO എന്നുള്ള വാല്യൂക്കാണ് FV. അതായത് വാരിയബിൾ ഫ്ലൂറസെന്റ്. അപ്പൊ അതായത് ലൈറ്റ് കൊടുത്ത ഉടനെ ആ ക്ലോറോഫിലെ കാണിച്ച, ആ ലീഫിലെ ക്ലോറോഫിൽ എ എന്ന് പറഞ്ഞ റിയാക്ഷൻ സെന്റർ കാണിച്ച ഫ്ലൂറസെന്റ് ആണ് FO. പക്ഷെ അത് ലൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി? അതിന്റെ പെർഫോമൻസ് ഇങ്ങനെ കൂടി മാക്സിമത്തിലെത്തി. അപ്പൊ തുടക്കവും അവസാനം എടുത്താൽ അത് കൺസിസ്റ്റൻസി ഇല്ല, കണ്ടോ, കൂടി വരില്ലേ? അപ്പൊ തുടക്കത്തിൽ കാണിച്ച അത്രയാണോ അവസാനം കാണിച്ചല്ല, അത് നല്ലോണം കൂടിയാണ്. അപ്പൊ FM നല്ല മാക്സിമം ഫ്ലൂറസെന്റും തുടങ്ങുമ്പോൾ ഫ്ലൂറസെൻസും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ആ വേരിയബിലിറ്റി ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? FV എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ F1 മൈനസ് FM മൈനസ് F0 ആണ് FV എന്ന് പറയുന്നത്. വേരിയബിൾ ഫ്ലൂറസെൻസ് എന്നാ പറയാം കേട്ടോ. ഇനി നമ്മൾ അടുത്ത കണ്ടുപിടിക്കുന്നത് FV ബൈ FM. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതൊക്കെ നമുക്ക് ആ ഹാൻഡിപി എന്ന ഇൻസ്ട്രുമെന്റ് സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നമ്മളെ റീഡിങ്സ് ഒക്കെ കിട്ടും. ഇപ്പൊ FV ബൈ FM എന്ന് പറഞ്ഞാല് വേരിയബിൾ ഫ്ലൂറസെൻസ്. അത് നമ്മൾ പറഞ്ഞു, FM മൈനസ് F0 വേരിയബിൾ ഫ്ലൂറസെൻസ് ഡിവൈഡഡ് ബൈ FM, അതാണ് FV. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്ലാന്റിന്റെ FO 50 ആണ്, FM ആണെങ്കിലോ 100 ആണ്. അപ്പൊ FV എത്ര വരാ? 100 മൈനസ് 50 ഡിവൈഡഡ് ബൈ FM 100. അപ്പൊ എത്ര വരാ? 1/2 ആണ് ആൻസർ അല്ലെ? FO 50, FM 100. അപ്പൊ ഈ FV ബൈ എത്രമായിരുന്നു? 1/2, 0.5 വരാ. ഓക്കെ, ഇനി അതല്ല, ഒരു പ്ലാന്റിന്റെ FO 100 ആണ്, സോറി 90 ആണ്. FO 90 ആണ്. FM ആണെങ്കിലോ 100 ആണ്. അപ്പൊ FV എത്ര ആയിരിക്കും? 100 മൈനസ് 90 എത്ര? 10 അല്ലെ? ബൈ FM എത്ര? 100. അപ്പൊ 10/100 അപ്പൊ എത്ര? 0.1 ആണ്. ആദ്യത്തെ എത്ര? ഇനി 0.5 ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് FV ബൈ FM എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട് അല്ലെ? അതിന്റെ വാല്യൂ സാധാരണയായിട്ട് 1ന്റെയും 0ന്റെയും ഇടക്കാണ് വരല്. അത് ഏകദേശം 0.85 അല്ലെങ്കിൽ അതിന് താഴെ ആയാൽ അതിന്റെ അർത്ഥം 0.85ന്റെ താഴെയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ വാല്യൂ കിട്ടാൻ കാരണം എന്തോ സ്ട്രെസ്, ബയോട്ടിക് സ്ട്രെസ്സോ എബയോട്ടിക് സ്ട്രെസ്സോ പ്ലാന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് FV ബൈ FM ന്റെ വാല്യൂ 0.85 ആകുന്നത്. ഇനി അതല്ല, അത് അതിനേക്കാൾ കൂടുതലാണെങ്കിലോ കാര്യമായിട്ട് സ്ട്രെസ് ഒന്നും എഫക്ട് ചെയ്തില്ല എന്നർത്ഥം. അപ്പൊ അതിന്റെ ലോജിക്ക് എന്താ വെച്ചാൽ മനസ്സിലാക്കുക, മാക്സിമം ഫോട്ടോസിന്തറ്റിക് പെർഫോമൻസ്, അതാണ് FM. ഓക്കെ, അപ്പൊ ആ FM-നോട് ചേർന്നിട്ട് ഏകദേശം അതിനോട് ചേർന്ന വാല്യൂ അല്ലെങ്കിൽ അതേ വാല്യൂ ആണ് F0 മൈനസ് FM-ന് കിട്ടണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതായത് ഇനീഷ്യൽ നമ്മൾ കിട്ടുന്ന ഫ്ലൂറസെന്റും ഫൈനൽ ആയിട്ട് മാക്സിമം കിട്ടുന്ന ഫ്ലൂറസെൻസും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല എന്നാണ്. FV എന്ന് പറഞ്ഞാൽ പറഞ്ഞത് മാക്സിമം ഫ്ലൂറസെൻസ് മൈനസ് ഇനീഷ്യൽ F0 ആണ്. അപ്പൊ FM 100, നോക്ക്, FM 100 ആണ്. അതേപോലെ FO 10 ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ?
ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് നല്ല ഉണ്ട് അല്ലെ? ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് നല്ല ഉണ്ട്. അതിനർത്ഥം അവിടെ സ്ട്രെസ് ഒന്നുമില്ല, പ്ലാന്റിന് നല്ലോണം ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തുടക്കത്തിൽ കിട്ടുന്ന ഫ്ലൂറസൻസിനേക്കാൾ എത്രയോ മടങ്ങ് കൂടി. തുടക്കത്തിൽ 10 ആയിരുന്നു, അത് 100 ആയി. അപ്പൊ അവിടെ സ്ട്രെസ് ഒന്നുമില്ല. അതുകൊണ്ട് FE മൈനസ് FM എത്രയാ? 100 മൈനസ് 10 90. ഡിവൈഡഡ് ബൈ FM അല്ലെ? FM മൈനസ് F0 അങ്ങനെ 100 മൈനസ് 10 ഡിവൈഡഡ് ബൈ FM എത്ര? 100. അപ്പൊ എത്ര? 90 ബൈ 10. അപ്പൊ എത്ര വരിക? 90 ബൈ 10 എത്ര വരിക? സോറി, 90 ബൈ 100 എന്ന എത്ര വരിക? 90 ബൈ 100 എന്ന് പറഞ്ഞാല് 0.9 വരിക. ഓക്കെ അല്ലേ? 0.9 എന്ന് പറഞ്ഞാൽ 0.85 മേലല്ലേ? അപ്പൊ അവിടെ സ്ട്രെസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇനീഷ്യൽ ഫ്ലൂറസൻസിനേക്കാൾ എത്രയോ കൂടി മാക്സിമം FM, അതുകൊണ്ട് അവിടെ സ്ട്രെസ് ഇല്ല എന്നർത്ഥം. ഇത്തരം ചെടികൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലോ ഇനീഷ്യൽ കാണുന്ന ഫ്ലൂറസൻസ് അതിനേക്കാൾ കുറച്ചേ അതിന്റെ FM ഉണ്ടാവുള്ളൂ. കാരണം സ്ട്രെസ് ഉള്ളത് ഫോട്ടോസിന്തസിസ് പെർഫോമൻസ് കൂട്ടാൻ കഴിയൂല. ഉണ്ടോ? അപ്പൊ അവിടെ സ്ട്രെസ് ഉണ്ടെന്ന് അർത്ഥം. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും FM-ന്റെയും FO-ന്റെയും വാല്യൂ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഉദാഹരണം FO, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ FO 10 ആണെന്ന് വിചാരിച്ചു. FM എത്ര ആയിരിക്കും? 50 ഉണ്ടാവുള്ളൂ. ഞാൻ 10 മൈനസ് 50 ആണ് FE. അല്ല, 50 മൈനസ് 10 ആണ് FE. എത്ര വരുന്നത്? 40 ഡിവൈഡഡ് ബൈ 50. ഡിവൈഡഡ് ബൈ FM എത്ര? 50. 40 ഡിവൈഡ് ബൈ 50 വരുള്ളൂ. അപ്പൊ അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഡിസ്റ്റൻസ് നല്ലോണം കൂടണം, അല്ലെങ്കിൽ പ്രശ്നം മനസ്സിലായോ? 40 ഡിവൈഡ് ബൈ 10 വരുള്ളൂ. 40 ഡിവൈഡ് 10 ആണ് അല്ലേ? 50 40 ഡിവൈഡ് ബൈ 50 വരുമ്പോൾ നല്ല വ്യത്യാസം വരൂല. ഉണ്ടോ? അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ സെക്കൻഡ് എക്സാമ്പിൾ പറഞ്ഞ 10 FO 50 FM ഉണ്ടോ? അപ്പൊ അവര് നമ്മൾ വ്യത്യാസം കണ്ടോ? വ്യത്യാസം കുറഞ്ഞ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം എപ്പോഴും FV ബൈ FM 0.85 അതിൽ മേലോ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സ്ട്രെസ് കുറവാണ്. എന്നാൽ അതിൽ നല്ലോണം താഴെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം സ്ട്രെസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ സ്ട്രെസ് സ്റ്റഡീസിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? FE ബൈ FM യൂസ് ചെയ്യാം. അതുപോലെ ധാരാളം പാരാമീറ്റേഴ്സ് ആണ്. TFM എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കാം? അതായത് മാക്സിമം ഫ്ലൂറസൻസ് കാണിക്കുന്നത് എപ്പോഴാണോ ആ ടൈം പീരിയഡ് ആണ്, ആ ടൈം ആണ് എന്ത് TFM എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ധാരാളം ഫാക്ടേഴ്സ് നമ്മൾ ഇതിൽ പഠിക്കാണ്ട്. നിറയെ ഫാക്ടേഴ്സ് ഉണ്ട്, ഞാൻ കുറച്ച് ഫാക്ടേഴ്സ് മാത്രം പറഞ്ഞാണ്. പിന്നെ അവിടെ കണ്ടോ ABS ബാർ RC, അതെന്താ? അബ്സോർപ്ഷൻ പെർ റിയാക്ഷൻ സെന്റർ. ഇപ്പൊ ക്ലോറോഫിൽ എ എന്ന് പറഞ്ഞ റിയാക്ഷൻ സെന്റർ ഉണ്ട് അല്ലേ? അത് എത്രത്തോളം ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്? ഫ്ലൂറസെന്റ് ലൈറ്റിനെ. ട്രാപ്പിംഗ് പെർ റിയാക്ഷൻ സെന്റർ, എത്രത്തോളം ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്? ആ അബ്സോർബ് ചെയ്തതിൽ എത്ര എണ്ണത്തിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? എത്രത്തോളം ലൈറ്റിനെ അവർ ഫോട്ടോസിന് വേണ്ടി ട്രാപ്പ് ചെയ്യുന്നുണ്ട്? കണ്ടോ? ഡിസിപ്പേഷൻ പെർ ക്രോസ് സെക്ഷൻ, കണ്ടോ? ഡിസിപ്പേഷൻ എത്രത്തോളം എനർജി ഹീറ്റ് ആയിട്ട് വിടുന്നുണ്ട്. അതുപോലെ റിയാക്ഷൻ സെന്റർ ട്രാപ്പ് ചെയ്ത ലൈറ്റിൽ എത്രത്തോളം ലൈറ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തത്. ഇപ്പൊ ഞാൻ നമ്മുടെ വർക്കിന് ആവശ്യമുള്ള സ്ട്രെസ്സിന്റെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഡാറ്റ തന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ റിസൾട്ടിൽ നമ്മൾ കണ്ടത് 0.85 താഴെ ആയിട്ടാണ് രണ്ടും വരുന്നത്. അതായത് ഇൻഫെക്റ്റഡ് പ്ലാന്റും ഇൻഫെക്ഷൻ അല്ലാത്ത പ്ലാന്റ് ഒക്കെ വരുന്നത്. അതിന്റെ അർത്ഥം സം കൈൻഡ് ഓഫ് സ്ട്രെസ്, ചില സ്ട്രെസ് അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അത് എബയോട്ടിക് സ്ട്രെസ് ആകാം അല്ലെങ്കിൽ ബയോട്ടിക് സ്ട്രെസ് ആകാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ.